ഡോക്ടർ കെ എസ് ട്രീസ വളരെ കാലമായിട്ട് എൻ്റെ ഒരു സുഹൃത്താണ്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പോരാ, കാരണം ട്രീസ ടീച്ചർ ഒരു ബഹുമുഖ പ്രതിഭയാണ്. ആ പ്രതിഭാ വിലാസം വിരാജിക്കാത്ത മേഖലകളില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ബഹുമുഖ പ്രതിഭ എന്ന് പറയുന്നത്. ടീച്ചർ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന, സംഗീതം തന്നെ ജീവിതമാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ടീച്ചർ അധ്യാപികയാണ്. അധ്യാപിക എന്ന് പറയുമ്പോൾ ഗുരുവാണ്. ഗുരു എന്ന് പറയുന്ന ശിഷ്യന്മാരുടെ മനസ്സിൽ നിന്ന് ഇരുട്ടിനെ ഉച്ചാടനം ചെയ്യുന്ന ഒരു പ്രതിഭ, അതാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗുരുസ്ഥാനിയാണ്. അപ്പോൾ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ അപ്പുറത്ത് മറ്റൊരു മേഖല വളരെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ മേഖല അത് തന്നെയാണ് ഇപ്പോൾ ടീച്ചറെ നിലനിർത്തുന്നത്, ഇപ്പോൾ ടീച്ചറെ എല്ലാവരും അറിയുന്നത്, മനസ്സിലാക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അത് കവിതയാണ്. കവിത മാത്രമല്ല, സാഹിത്യത്തിൻ്റേതായ എല്ലാ മേഖലകളിലും ടീച്ചർ വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട്. സാഹിത്യം സഹിതമായിട്ടുള്ളത് എന്നാണ് പറയുക, കൂടെയുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂടെയുള്ളതാവുമ്പോഴേ സാഹിത്യം എല്ലാവർക്കും കൂടി ആസ്വദിക്കപ്പെടാൻ സാധിക്കുന്ന ഒരു വസ്തുതയായി മാറുകയുള്ളൂ. അതാണ് ട്രീസ ടീച്ചറുടെ കവിതകൾ. കുറേ കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. അതിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, അവർ വെളിച്ചത്തിലേക്ക് നോക്കുന്ന, അല്ലെങ്കിൽ വെളിച്ചത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അത് ഗുരുണാം ഗുരു എന്നാണ് പറയുക. ഗുരുക്കന്മാരുടെ ഗുരുവാണ്. ഗുരുക്കന്മാരുടെ ഗുരു ആവണമെങ്കിൽ മനസ്സിൽ ആ വിദ്യയുടെ ഒരു അധിദേവത ഉണ്ടായിരിക്കണം. വിദ്യയുടെ അധിദേവതയോടൊപ്പം തന്നെ സരസ്വതിയുടെ വിളയാട്ടവും ഉണ്ടായിരിക്കണം. ഈ സരസ്വതിയുടെ വിളയാട്ടമാണ് ടീച്ചറെ വ്യതിരക്തമാക്കി നിർത്തുന്ന ഒരു ഘടകം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടീച്ചർ അധ്യാപന ജോലിയോടൊപ്പം ടീച്ചർ വ്യാപരിക്കാത്ത, ടീച്ചർ വർക്ക് ചെയ്യാത്ത, ടീച്ചർ അധ്യാപിക എന്ന് പറയുമ്പം സംസ്കൃതം അധ്യാപികയാണ്. സംസ്കൃതം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. സംഗീതം ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് മേഖലകൾ, അധ്യാപനത്തിൻ്റേതായ മറ്റ് മേഖലകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ കൊണ്ടു നടത്തുന്നു എന്നുള്ളത് വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരമായ വസ്തുതയാണ്. അവരേറെക്കാലം ബാബുരാജ് അക്കാഡമിയുടെ അധ്യക്ഷയായിട്ട് നിന്നിട്ടുണ്ട്. അവിടെ സംഗീതമാണ് അവിടുത്തെ ഒരു വേദി എന്ന് പറയുന്നത്. സംഗീതം ഇല്ലെങ്കിൽ ഒന്നുമില്ല. സംഗീതമേ ജീവിതം എന്ന് സാധാരണ നമ്മൾ പാടും. അത് പാടുക മാത്രമല്ല, അത് നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ട്രീസ ടീച്ചറെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, അവരുടെ കവിതകളുടെ ഉള്ളടക്കം, ആ കവിതകളുടെ ഉള്ളടക്കം വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഈ സാഹിതിയുടേതായ ഒരു വലിയ മേഖലയുണ്ട്. അവിടെ അതിമനോഹരമായിട്ട്, താളാത്മകമായിട്ട് ടീച്ചർക്ക് എഴുതാൻ പറ്റും. വൃത്തബദ്ധമായിട്ട് ടീച്ചർക്ക് എഴുതാൻ പറ്റും. അത് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ നമ്മളതിനെ കാണണം. അതോടൊപ്പം തന്നെ ഇതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഈരടികളിൽ അവർ പ്രാവർത്തികമാക്കുന്ന ഒരു ജീവിതമുണ്ട്, ഒരു ജീവിത ദർശനമുണ്ട് എന്നുള്ളതാണ്. ആ ജീവിത ദർശനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവരുടെ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അനേകം വിഷയങ്ങളിൽ അവർ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, MA ബിരുദം നേടിയിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ പലപ്പോഴും നമ്മൾ പറയും MA ബിരുദം നേടുക എത്ര എളുപ്പമാണ്, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് നേടുക എത്ര എളുപ്പമാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ അല്ല. അവർ ജീവിതവ്രതമാക്കി, അധ്യയനം ജീവിതമാക്കി, അധ്യാപനം ജീവിതവ്രതമാക്കി, അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലേക്കും കൂട്ടി വ്യാപരിക്കാനുള്ള ഒരു ത്വര
ഉള്ളതുകൊണ്ടാണ് അവർ ഈ ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ടുള്ളത്. അദ്ദേഹം പല പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്, അനേകം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം മാത്രമല്ല ഭാരതത്തിന് പുറത്തും അവരുടെ പേര് വ്യാപരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊക്കെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എളിമയുടെ മറ്റൊരു രൂപമായിട്ടാണ്. അവർക്ക് അറിവുണ്ട്, ഈ അറിവൊക്കെ അവർ ചെലവാക്കുന്നത് അല്ലെങ്കിൽ ആ അറിവിൻ്റെയൊക്കെ ആകത്തുക നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ എളിമയിൽ നിന്നാണ്. ഈ സിംപ്ലിസിറ്റി, ഹമ്പിൾ ആവുക എന്നുള്ളത്, ഈ ഹമ്പിൾ ആവുക അല്ലെങ്കിൽ സിമ്പിൾ ആവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അത് സാധിക്കണമെങ്കിൽ തീർച്ചയായും അവരുടെ ഉള്ളിലുള്ള വിജ്ഞാനത്തിൻ്റെ ഒരു ഭണ്ഡാകാരം ഉണ്ട് എന്നുള്ളതാണ്. വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരം ഞാൻ പറഞ്ഞു, സംഗീതത്തിൻ്റെ താളാത്മകത ഉണ്ട്, സാഹിത്യത്തിൻ്റേതായ അർത്ഥബോധമുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. അവിടെ സരസ്വതിയുടെ സാരസ്വത്യം എന്ന് നമ്മൾ പറയും, സരസ്വതിയുടെ വിളയാട്ടമുണ്ട്. അങ്ങനെ വിളയാടുമ്പോഴാണ് വാസ്തവത്തിൽ ഒരു വ്യക്തി അല്ലാതായി മാറുന്നത്, അവിടെ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നത്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സേവന പ്രവർത്തനങ്ങൾ അവർ ചെയ്തു വരുന്നുണ്ട്, ജീവിതത്തിലുടനീളം ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ തന്നെയും നിർവ്യാജമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം നമുക്ക് കിട്ടും, നമുക്ക് ആത്മാവിലേക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് അപ്പുറത്തുള്ള പ്രതിഫലം കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അത് മെറ്റീരിയലിസ്റ്റിക് അല്ല, മെറ്റീരിയൽ ആയിട്ടുള്ള ബന്ധപ്പെട്ട അതല്ല അവരുടെ പ്രവർത്തനം എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കും. ഈ പുസ്തകങ്ങളൊക്കെ തന്നെ ഞാൻ ആ പുസ്തകങ്ങളിലൂടെ നോക്കുമ്പോൾ, കവിതകളിലൂടെ നോക്കുമ്പോൾ കാണുന്ന വൈവിധ്യം, ആ വൈവിധ്യാത്മകതയാണ് ടീച്ചറുടെ മനസ്സിൻ്റെ വൈവിധ്യാത്മകത, മനസ്സിൻ്റേതായ ഒരു വിശാലത എന്ന് തോന്നിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിത വൃത്തി അങ്ങനെയാണ്. ആ ജീവിതത്തിൻ്റേതായ പുതിയ മേഖലകളെ കണ്ടെത്താൻ, മേച്ചിൽപ്പുറങ്ങളെ കണ്ടെത്തുക. കവിതയിൽ തന്നെ പലതരത്തിലുള്ള താളബദ്ധമായ വൃത്തബദ്ധമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വൃത്തബോധം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് അച്ചടക്കം ഊട്ടി ഉറപ്പിക്കുന്നതിന് തുല്യമാണ്. അവിടെ പ്രാസ ദീക്ഷയോട് കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് സാഹിത്യത്തിൻ്റെ ഒരു അച്ചടക്കമാണ് എന്നൊക്കെ ഒരു ബോധ്യം ഉണ്ടാകുന്നുണ്ട്. ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലുടനീളം ഇങ്ങനെ പുതിയ ഒരു മേഖലകളെ കണ്ടെത്തുക, വിദ്യയുടെ അവർ ആകിരണം ചെയ്ത, അവർ സമ്പാദിച്ച വിദ്യയെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദമാക്കാൻ, ഉപയുക്തമാക്കാൻ വേണ്ടി സജ്ജമാക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്താണ് എന്ന് ചോദിച്ചാൽ ടീച്ചറുടെ പ്രസാദാത്മകതയാണ്. ഈ പ്രസാദാത്മകത ജീവിതവ്രതമാക്കിയ നമ്മുടെ ടീച്ചർ തീർച്ചയായും നമുക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.